സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട്. ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിക്കടുത്ത് ശങ്കരമംഗലത്തുള്ള കേട്ടോ. വയനാട് സഹായിക്കാനായിട്ട് ഒരു നാടും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ചിറങ്ങിക്കുകയാണ്. ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എന്തായി കാര്യങ്ങളൊക്കെ സെറ്റായോ? കാര്യങ്ങള് ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് വ്യാഴാഴ്ചയാണ് കളി സ്റ്റാർട്ട് ചെയ്യണത്. ഡേറ്റ് ഫിക്സ് ആയല്ലേ? ഡേറ്റ് 8-ാം തീയതി. അത് നമ്മള് ഇന്നലെ തുടങ്ങേണ്ട കളിയാണ്. നമ്മളെ വയനാട്ടിലെ ആ ദുരന്തം കാരണം നമ്മൾ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചത്, പരിപാടി മാറ്റി വെച്ചു. നമ്മള് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി വെച്ചാണ്. എത്ര ടീം പുറത്തു വരുന്നുണ്ട്? നമ്മള് ടോട്ടൽ 16 ടീം 15 ദിവസമാണ് കളി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശങ്കരമംഗലം അല്ലെ ഈ ഗണേശ്വർ നല്ലൊരു ബമ്പൻ ടൂർണമെന്റ് നടക്കുന്ന ഒരു പ്രതീതിയാണ്. അത് വലിയൊരു ആഘോഷം. കേരളത്തിൽ നമ്മൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഭാഗത്തെ ടീമുകൾ അഖിലേന്ത്യയിലെയും അഖില കേരളയിലൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ കളിക്കാരൊക്കെ ഇപ്പോൾ ഒന്നാമത് ഓഫ് സീസൺ ആണ്. അപ്പൊ എല്ലാ നല്ല പ്ലേയേഴ്സും ഈ ഗ്രൗണ്ടിൽ വന്ന് കളി കാണാൻ വരിക. എല്ലാവരും വയനാട്ടിലെ ആളുകൾക്ക് അതാണ് ഉദ്ദേശ ലക്ഷ്യം. അതെ, അങ്ങനെ ഉദ്ദേശ അതെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അങ്ങനെ എല്ലാവരും അങ്ങനെ കൊടുക്കുമ്പോഴാണല്ലോ ഒരു വലിയ സംഖ്യ നാടിന്റെ ഒരു ഇതാണല്ലോ. നമ്മളിത് സംഘടിപ്പിക്കുന്നത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, നമ്മളെ കൂട്ടുകാരൻ, നമ്മളെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള അശോകന്റെ പേരിലാണ്. അത് ഈ ഗ്രൗണ്ടുമായിട്ട് അത്ര അറ്റാച്ച് ഉള്ള ഒരാളാണ്. ഫുട്ബോളിനോട് അത്രയും സ്നേഹിക്കുന്ന ആളാണ്. അശോകന്റെ പേരിൽ 4ാമത്തെ ടൂർണമെന്റ് വയനാട്ടിലേക്കുള്ള ഒരു സഹായമായിട്ട് മാറ്റിയതാണ്. നാടൊരു പ്രതിസന്ധിയിലാകുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ സപ്പോർട്ട് ചെയ്യുക, പരിപാടിക്ക് പങ്കെടുക്കുക അല്ലെ. അതെ, വൈകുന്നേര കളിയാണ്, 5 മണിക്കാണ് കളി. എല്ലാവരും വരിക, നമ്മളോട് സഹകരിക്കുക. ഒരുപാട് ആളുകൾ സഹകരിച്ചു. അതിന്റെ ഓരോ ദിവസം അപ്ഡേറ്റ് നമ്മൾ ചെയ്യും കേട്ടോ.